മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ കാണുകയാണ്. ദേശീയപാത 66ന്റെ നിലവിലെ സ്ഥിതിയും ശേഷിക്കുന്ന ഭാഗത്തിന്റെ നിർമ്മാണ പുരോഗതിയും കേന്ദ്രമന്ത്രിയുമായി ചർച്ച ചെയ്യും. യോഗത്തിൽ ചീഫ് സെക്രട്ടറി എ ജയതിലക്, പൊതുമരാമത്ത് സെക്രട്ടറി കെ ബിജു എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് ഈ ചർച്ച നടക്കുന്നയിടത്ത് നിന്ന് അർജുൻ പീതാംബരനാണ് നമുക്ക് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നത്. നമുക്കൊപ്പം അർജുൻ, അല്പസമയം മുൻപാണ് ഈ നിർണായകമായ കൂടിക്കാഴ്ച തുടങ്ങിയത്. നമുക്കറിയേണ്ടത് ഇപ്പോൾ വികസനത്തിൽ ഇപ്പോൾ ദേശീയപാതയിൽ ഈ അടിക്കടി കാണുന്ന ഈ ഗർത്തങ്ങൾ, സർവീസ് റോഡ് ഇടിഞ്ഞു താഴുന്നതൊക്കെ വലിയ ആശങ്കയാകുന്നുണ്ട്. പ്രത്യേകിച്ച് മൂന്നാം പിണറായി സർക്കാരിന് ഏറ്റവും വലിയ നേട്ടമായി അവർ ഉയർത്തിക്കാണിക്കുന്ന ദേശീയപാത വികസനമാണ്. അപ്പോൾ ഇത് എത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ എത്ര കാലയളവിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയും? ഈ ഉണ്ടാകുന്ന ഇപ്പോൾ മുന്നിൽ വന്നിരിക്കുന്ന പ്രതിസന്ധികളൊക്കെ കാലതാമസം ഉണ്ടാക്കുമോ എന്ന സംശയമുണ്ട്. എന്തൊക്കെ വിഷയങ്ങളായിരിക്കും കേന്ദ്രമന്ത്രിയെ ധരിപ്പിക്കുക? ആര്യ, ഈ കൂടിക്കാഴ്ച ഇപ്പോഴും ഔദ്യോഗികമായി ആരംഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാകുന്നത്. കാരണം നേരത്തെ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അകത്തേക്ക് പോയിരുന്നു. പക്ഷേ അദ്ദേഹം മറ്റൊരു കാര്യത്തിനായി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം മടങ്ങിയതിനു ശേഷം മാത്രമായിരിക്കും പിണറായി വിജയനുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ച ഔദ്യോഗികമായി തന്നെ ആരംഭിക്കും. നിലവിൽ ഈ കൂരിയാട് ഭാഗമടക്കമുള്ള NH66ന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതായത് ബാക്കിയുള്ള സ്ട്രെച്ചിലെ നിർമ്മാണ പ്രവർത്തനങ്ങളടക്കം ഈ സാമ്പത്തിക വർഷം പണിത് പൂർത്തിയാക്കണമെന്നുള്ളതാണ് കേരള സർക്കാരിൻ്റെ ആഗ്രഹം. ആ ആവശ്യം അവർ കേന്ദ്ര സർക്കാരിനെ, കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയെ അറിയിക്കും. മാത്രമല്ല, ഈ കൂരിയാട് ഉൾപ്പെടെ, കൂരിയാട് മാത്രമല്ല തകർന്നിരിക്കുന്നത്, കൂരിയാട് അതിൽ വലിയൊരു വിവാദമായി. അതിനൊപ്പം തന്നെ കാസർഗോഡും തൃശ്ശൂരും അടക്കമുള്ള ഭാഗങ്ങളിൽ NH66 തന്നെ പലയിടത്തും വിള്ളലും ഈ കുഴികളും അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം തന്നെ ആശങ്ക. മാത്രമല്ല, ഇപ്പോൾ NH66 ഉൾപ്പെടെയുള്ള ദേശീയപാത വികസനത്തിൻ്റെയും നിർമ്മാണത്തിൻ്റെയും സമ്പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴുള്ള കേരളത്തിൻ്റെ സ്ഥിതിഗതികളെല്ലാം തന്നെ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയെ അറിയിക്കും. അതിൽ നിർദ്ദേശങ്ങൾ തേടുമെന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഇതിൽ കേരളത്തിൻ്റെ നിർദ്ദേശം, അതായത് ഈ തകർന്ന ഇടങ്ങളിൽ ബദൽ പാത എന്നുള്ളതാണ് കേരളത്തിൻ്റെ നിർദ്ദേശം. ആ നിർദ്ദേശം കേന്ദ്രമന്ത്രിയെ അറിയിക്കും. അതിൽ ഏതെല്ലാം തരം ഇടപെടൽ ആകാം, ഏതെല്ലാം തരം സഹായം കേന്ദ്ര മന്ത്രാലയത്തിൽ നിന്നും ലഭിക്കാം തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ച് അത് ആവശ്യപ്പെടാൻ വേണ്ടി കൂടിയാണ് പ്രധാനമായിട്ടും ഈ യോഗം ചേരുന്നത്. അതിനുശേഷം അത്തരത്തിലുള്ള വിലയിരുത്തൽ ഉണ്ടായതിനു ശേഷം അങ്ങനെ ഏതൊക്കെ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ കാര്യക്ഷമമായി ഇടപെടുന്നതിന് തെളിവുകളുണ്ട്. കരാർ കമ്പനിയൊക്കെ കരിമ്പട്ടികയിൽപ്പെടുത്തി വളരെ പെട്ടെന്ന് തന്നെ നിതിൻ ഗഡ്കരി ഇതിനോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കിനി അറിയേണ്ടത് മറ്റെന്തൊക്കെ വിഷയങ്ങൾ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും? സിൽവർ ലൈനുമായി മുന്നോട്ട് പോകാൻ ഒരുപക്ഷെ കഴിയില്ല, അതിന് അനുമതിക്ക് സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ഓപ്ഷൻ അത് ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച ഹൈസ്പീഡ് പാതയാണ്. അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉണ്ടാകുമോ? ഇല്ല, അത്തരത്തിലുള്ള ചർച്ചകൾക്കൊന്നും തന്നെ ഇന്ന് ഇവിടെ ഇടമില്ല. കാരണം ഇന്നലെ തന്നെ റെയിൽവേ മന്ത്രാലയവുമായിട്ടുള്ള ചർച്ചകൾ പൂർത്തിയായിരുന്നു. അതിൽ ഈ ഹൈസ്പീഡ് റെയിൽവേ അല്ലെങ്കിൽ സിൽവർ ലൈൻ, കേരളെല്ലാം ബദലായിട്ട് മൂന്നാമത്തെയും നാലാമത്തെയും പാത, അതായത് പാത ഇരട്ടിപ്പിക്കലിനോട് തന്നെയാണ് കേന്ദ്ര മന്ത്രാലയത്തിന് താല്പര്യമുള്ളത്, കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് താല്പര്യമുള്ളത്. ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായിട്ടാണ് കൂടിക്കാഴ്ച നടക്കുന്നത്. അതിൽ പൂർണ്ണമായിട്ടും NH66 തന്നെ ഊന്നിക്കൊണ്ടും മാത്രമല്ല കേരളത്തിലെ ദേശീയപാത വികസനത്തിൽ ഊന്നിക്കൊണ്ടുള്ള ദേശീയപാത നിർമ്മാണത്തിൽ വന്നിരിക്കുന്ന അപാകതകൾ, അതിന്റെ പരിഹാരം കാണൽ, അതുമായി ബന്ധപ്പെട്ടാണ് ചർച്ച. ഔദ്യോഗികമായ ചർച്ച ഇപ്പോഴും ആരംഭിച്ചത്.